ചക്കിയുടെ കല്യാണം ഇപ്പം കേരളം മൊത്തം കൊണ്ടാടിയ ഒരു 3-4 ദിവസമായിട്ട് കൊണ്ടാടുന്ന ഒരു കല്യാണമാണ്. ഇതിൻ്റെ പ്രധാന മേക്കപ്പ് ചെയ്തത് വിലാസേട്ടനാണ്. ഏതൊക്കെ രീതിയിലുള്ള മേക്കപ്പുകളാണ് യൂസ് ചെയ്തിരുന്നത്? നമ്മളിപ്പം ഈ പറഞ്ഞ കണക്ക് ആദ്യം തന്നെ എനിക്ക് കേരളം ഫുള്ളും ഈ ഒരു വെഡിങ് കൊണ്ടാടുന്നെന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ജയറാമേട്ടനും ഫാമിലിയും ഒക്കെ. അപ്പോൾ അതിൽ ചക്കിയുടെ വെഡിങ് കംപ്ലീറ്റ് ആളുകാർ ഇത്രയും സന്തോഷമായിട്ട് പറഞ്ഞതിൽ ഞാനും ഒരു പങ്കാണ്. ഇപ്പം വെഡിങ് ലുക്കാണ് ഞാൻ തുടങ്ങിയത്. വെഡിങ് ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മഡ്സാരി എല്ലാവരും കണ്ടു കാണുമല്ലോ, നമ്മൾ ആ റെഡ് കളറിലുള്ള മഡ്സാരി ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ മഡ്സാരിക്ക് ഒരു പ്രോപ്പർ ഒരു ട്രഡീഷണൽ മഡ്സാരി ലുക്കിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അത്രയ്ക്കും അങ്ങ് ആ ഒരു ഹെയർ സ്റ്റൈലിനായാലും കുറച്ചൊക്കെ ജെനുവിൻ ഒറിജിനൽ ഹെയർ വെച്ചിട്ടാണ് ബ്രീഡൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഡ്സാരി അങ്ങനെ പോയി. മഡ്സാരിയുടെ ജുവലറി ഇപ്പം എനിക്ക് എടുത്ത് പറയാനായിട്ട് ചക്കിയുടെ ലുക്കിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ജുവൽസ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം ജയറാമേട്ടൻ്റെ ഫാമിലി, ഇപ്പോൾ പാർവതി ചേച്ചി ആയിരുന്നാലും അത്രയും കൺസേൺ ആയിരുന്നു. മിനിമം ജുവലറി ഇട്ടത് കൊണ്ട് തന്നെ മേക്കപ്പിന് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഓരോരുത്തരും കാണുന്നവർ ഈ ഒരു മേക്കപ്പിനെ കുറിച്ച് ഏറ്റവും നല്ലത് പറയാൻ കാര്യം ജുവലറി മിനിമം ആക്കിയതും പിന്നെ കളർ ഓഫ് സെലക്ഷൻ, സാരിയുടെ കളർ സെലക്ഷൻസിനായിരുന്നാലും ചെന്നൈയിൽ നിന്ന് തന്നെയാണ് സാരിയൊക്കെ എടുത്തത്. അപ്പം മഡ്സാരിയുടെ രീതിയിൽ തന്നെ അവർ ഉടുക്കാനും നമുക്ക് പറ്റി. അപ്പം മഡ്സാരിയെക്കുറിച്ച് പറയുന്നത് അതാണ്. ഗുരുവായൂർ ലുക്ക്. അടുത്ത ലുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടിരുന്ന നമ്മുടെ ഒരു ഗോൾഡൻ സാരി. അപ്പോൾ ഗോൾഡൻ സാരിക്ക് കുറച്ച് ഒരു മെസ്സി ബ്രീഡും കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ലുക്കും കൊടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ആൾക്കാർ എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരു ലുക്കാണ് നമ്മുടെ കേരള സെറ്റ് സാരി കൊടുത്തൊരു ലുക്ക്. അപ്പോൾ സെറ്റ് സാരിയിലും ചക്കി ഭയങ്കര ഭംഗിയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു വെഡിങ് ലുക്ക് പറഞ്ഞത്. അപ്പം ഇഷ്ടമായിരുന്നു വെഡിങ് ലുക്ക് എല്ലാവർക്കും? നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ലുക്ക്. ഇന്നിപ്പോൾ പാലക്കാട് മുണ്ടൂർ ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷനാണ്. അപ്പം ഈ ഒരു റിസപ്ഷൻ ലുക്കിനും എഗെയിൻ നമ്മളൊരു സാരി, ഒരു ബനാറസ് സാരിയാണ് ഇന്നിപ്പോൾ ഉടുത്തിരിക്കുന്നത്. ബനാറസ് സാരിയിൽ ദുപ്പട്ട, തലയിൽ കൂടി ദുപ്പട്ട ഇട്ടിട്ട് പ്ലീറ്റ് ഓപ്പൺ ആക്കി ആണ് ഈ ഒരു സാരി ഇന്നിപ്പോൾ ഉടുപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ മിനിമം മേക്കപ്പാണ്. പക്ഷേ മിനിമൽ മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം മേക്കപ്പിൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷനാണ് സ്കിൻ വിസിബിൾ മേക്കപ്പ്. അപ്പം നമ്മൾ ആ ഒരു സ്കിൻ വിസിബിൾ മേക്കപ്പിലാണ് ഞാൻ ചക്കീനെ ഈ പറയുന്ന 4 ലുക്കും ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗിയും വന്നത്. അപ്പം ഒരിക്കലും നമുക്ക് ചക്കയുടെ സ്കിന്ന് നമുക്ക് അതിൽ നിന്ന് ഹൈഡ് ആവുന്നില്ല. ഓൺ സ്കിന്നിൽ തന്നെ സ്കിൻ വിസിബിൾ ആയിട്ടാണ് എല്ലാ ലുക്കും ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിന്ദൂരം നെറ്റി ഫുള്ളായിട്ട് ഉച്ച നെറ്റി വരെ നമ്മൾ സിന്ദൂരം ഇട്ടിട്ടാണ് ചക്കീനെ ഒരുക്കുന്നത്. പിന്നെ സന്തോഷം പാർവതി ചേച്ചീനെ നമുക്ക് ഒരുക്കാൻ പറ്റി. അപ്പോൾ പാർവതി ചേച്ചീനെ ഒരുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പാർവതി ചേച്ചിയോട് ചോദിക്കുമല്ലേ. അപ്പോൾ അതെല്ലാം ഇന്ന് നമുക്കുണ്ടായിരുന്നു. സോ ഈ ഒരു 4 ലുക്കാണ് എനിക്ക് ചക്കീടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടവരെല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അതെ അതെ. ഈ ഇന്നത്തെ സാരിയുടെ സാധാരണ എല്ലാവരും ഒരു ഗൗണും അങ്ങനെ ആണല്ലോ കൊണ്ടുവരുന്നത്. അപ്പം അതിന് ഇന്ന് സാരി ഒരു വ്യത്യസ്തമായ ലുക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം അല്ല, ചക്കിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചക്കി അതെപ്പോഴും പറയാറുണ്ട് സാരി ഇഷ്ടമാണെന്ന്. അപ്പം അതുകൊണ്ടാണ് ചക്കിയുടെ വെഡ്ഡിങ്ങിൽ ഏറ്റവും കൂടുതലും വന്നത് സാരി ആയത്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏത് കുട്ടിയാണെങ്കിലും ഇന്നൊരു ഗൗണിലോട്ട് പോയേനെ. പക്ഷെ ഇന്ന് സാരീനെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡ്രേപ്പ് ചെയ്തു. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ നോർമലി ആരും മഡ്സാരി ഉടുത്താരും കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്ക്. ഞാൻ എൻ്റെ ഇത് കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ഫസ്റ്റ് ടൈം. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, എന്നാലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതും ആ ഒരു ഡ്രേപ്പിങ്ങിൻ്റെ വ്യത്യാസമാണല്ലോ മഡ്സാരി ഒരാൾ ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ ഓഫ്കോഴ്സ് അവരുടെ ട്രഡീഷണൽ ജയറാമേട്ടൻ്റെ ഫാമിലിയുടെ ട്രഡീഷണൽ രീതിയും കൂടി ആയിരുന്നു. അപ്പം ഡ്രേപ്പിംഗ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്, സാരീനെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്, നല്ല മേക്കപ്പിന് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് ചക്കി. ഈ ജയറാമേട്ടൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? അയ്യോ, ജയറാമേട്ടൻ എനിക്ക് സത്യത്തിൽ ജയറാമേട്ടൻ എൻ്റെ അടുത്ത് മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടിങ്ങനെ കരഞ്ഞുപോയി. കാര്യം ഞാൻ കൊച്ചിലേ നമ്മൾ കണ്ട് വളർന്ന ജയറാമേട്ടൻ്റെ മോളെ കല്യാണം ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ അച്ഛൻ എൻ്റെ തോളി കൈയിട്ടിട്ട് എന്നോട് പറയുകയാണ് മേക്കപ്പിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും മനോഹരമായിരുന്നു എന്ന് പറഞ്ഞത്. കാട്ടി വലിയൊരു ഓസ്കാർ ഇനി എനിക്ക് ഇതുവരെ കിട്ടാനില്ല, ഇനി കിട്ടണം. ഇനി ഒരുപാട് അച്ഛന്മാരിത് പറയട്ടെ, അല്ലേ? എന്നാലും ജയറാമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഇന്ന് വരെയുള്ള എൻ്റെ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നു.